ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. വെൽക്കം ഹോം. താങ്ക് യു. വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല? കുഴപ്പമൊന്നുമില്ല. അതോട്ട് വാ ചേച്ചി ഒരു മിനിറ്റ്. നമ്മളിന്ന് ഈ പ്രസാദനത്തിലായിരിക്കുന്നത് നമ്മുടെ പ്രിയ എഴുത്തുകാരി ആനി വള്ളിക്കാപ്പനോടൊപ്പമാണ്, മാലാഖമാരുടെ കൂട്ടുകാരി. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു വിശേഷണം എന്താണെന്നറിയോ ചേച്ചിക്ക്, അക്ഷരങ്ങളെ ശരിയായിട്ട് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന എഴുത്തുകാരി. ഇന്നത്തെ ദിവസം നമുക്ക് ആനി ചേച്ചിയോടൊപ്പമാണ്. നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് കടക്കാം. അക്ഷരങ്ങളുടെ ലോകത്ത് മാലാഖമാരുടെ കൂട്ടുപിടിച്ച്. ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഇതാ പിടിച്ചോ. എന്താ ഇത്? തുറന്നു നോക്ക്. താങ്ക് യു ടെസ. താങ്ക്സ് എ ലോട്ട്. ഓ വാവ്, ഇതെനിക്ക് പ്രിയപ്പെട്ട ഒരു മാലാഖയാണ്. അതെ, ബാക്കിയുള്ളവരുടെ കൂട്ടിലേക്ക് ഒരാളും കൂടെ. സോ ലവ്ലി. നല്ല രസമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്റെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്നറിയോ ചേച്ചി, എന്ത് പേരായിരിക്കും കൊടുക്കാൻ പോകുന്നതെന്നുള്ളതാ. ബുക്കും ഒക്കെ പിടിച്ചാണ് നിൽക്കുന്ന ആശാട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതേ, 2-3 പേര് ഈയിടെ ഇൻസ്റ്റാഗ്രാമില് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മാലാഖയ്ക്ക് ആലിന്ന് പേര് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്രായത്തിൽ അവയവദാനം നടത്തിയ ആളെന്നുള്ളൊരു ബഹുമതിയുള്ളൊരു കുഞ്ഞു മാലാഖ. അതെ, ശരിക്കും അത് ഒരു മാലാഖ തന്നെയല്ലേ. ഉറപ്പായിട്ടും ആ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ ആലിൻ. താങ്ക് യു സോ മച്ച് ഡിയർ. ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് അകത്തോട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അതെ അതെ, നമുക്കേ മാർമലയുടെ കാറ്റൊക്കെ അടിച്ച് പുറത്ത് തന്നെ ആണോ അങ്ങനെ ഇരിക്കാം. വാ. എന്നായാലും ഉണ്ടല്ലോ, ഇത് നല്ലൊരു ഗിഫ്റ്റ് ആട്ടോ. ഇനി എന്റെ മാലാഖമാരുടെ ചില്ലുകൂടാരത്തിലേക്ക് അങ്ങ് എടുത്തു വെക്കുകയാണ് ഞാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഞങ്ങൾക്ക് ഇനിയും കാണാം ഇൻസ്റ്റാഗ്രാമിൽ. തീർച്ചയായിട്ടും. ചേച്ചി, എനിക്ക് അറിയാം, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? ആദ്യമായിട്ട് എഴുതിയത് കാവൽക്കാരിയാ. ഒരു 11 വർഷത്തിന് മുകളിലായി. 2011 അപ്പം അതാണ് ആദ്യത്തെ. കറണ്ട് ബുക്സ് തൃശ്ശൂരാണ്. ഇപ്പൊ 11ാം പതിപ്പായി. ഇപ്പൊ 12ാമത്തെ പതിപ്പ് വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുതിയത് ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, കുരിശും കൊടയും വാളാവളഞ്ചൻ എന്ന് പറഞ്ഞിട്ട്. അതെ, ഇറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഇച്ചിരി ഫണ്ണിയാണ്, പക്ഷെ അതിന്റെ ആ ഒരു കണ്ടന്റ് അത്ര ഫണ്ണിയല്ല. പക്ഷെ അത് മലയാള മനോരമ ഭാഷാഭൂഷണിയിൽ അടിച്ചു വന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നീർദിന്റെ പുസ്തകങ്ങൾ എഴുതി. നീർദിന്റെ പുസ്തകങ്ങൾ എഴുതാനുള്ള എല്ലാത്തിനും ഇവിടുന്നൊക്കെ തന്നെയാണ് പ്രചോദനം കിട്ടുക എന്ന് പറയുന്നത്. എന്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഹോം ലൈബ്രറി. ഇതിനകത്തുണ്ട്. അതായത് വല്യപ്പച്ചൻ മരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, ഈ ലൈബ്രറി സൂക്ഷിച്ചോണം, ഇനി എന്റെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്നു. അപ്പൊ ഞാനത് എപ്പോഴും നോക്കുമായിരുന്നു, തൂത്തുടച്ചു വെക്കുമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം മഴ പെയ്ത സമയത്തെ അടിയിന്ന് ചെതില് കയറി. ഞാനത് അത്ര അറിഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിനകത്ത് ഇങ്ങനെ ചതില് വന്നു. അപ്പൊ ഞാൻ എല്ലാ പുസ്തകങ്ങളും പുറത്തെടുത്ത് വെച്ചു, അതെല്ലാം ക്ലീൻ ആക്കി മരുന്നൊക്കെ അടിച്ച് തിരിച്ചു വെച്ചു. അപ്പൊ എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നു, എന്തായിരിക്കും അല്ലെ അബാൻഡൻഡ് ആയിട്ട് ആരും നോക്കാതെ വായിക്കാതിരിക്കുന്ന പുസ്തകങ്ങളുടെ അവസ്ഥ. അവർക്ക് ജീവൻ ഉണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുക? ഒരു മരിക്കുകയാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിടത്തോളം നമ്മളൊരു ബുക്കാണെ വായിക്കണം. ഒരു മെഴുകുതിരി ആണെങ്കിൽ ഉരുകി തീരുക തന്നെ വേണം. ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്. നമ്മൾ ചിലരെങ്കിലും ചില സാധനങ്ങൾ മേടിച്ചിട്ട് ഉപയോഗിക്കാതെ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയല്ലേ. പക്ഷെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറത്തെടുക്കണം, അവരെ ഉപയോഗിക്കണം, അങ്ങനെ. അപ്പൊ അതിൽ നിന്നാണ് നീർദിന്റെ പുസ്തകങ്ങൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാനൊരു അതിന്റെ ഇടയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ചെയ്തായിരുന്നു. അത് ഇപ്പം നോവലാക്കുന്നുണ്ട്. അപ്പം അതിന്റെ വർക്കിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിക്ക് ചേച്ചി പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ ജീവിതത്തിനും ഓരോ പേർപ്പസ്. അതെ, അതിൻ്റെതായ ഒരു പേർപ്പസ്. ഇങ്ങനെ കർത്താവ് കൃത്യമായിട്ട് ചേച്ചിയിലൂടെ ചേച്ചീനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിങ്ങനെ എഴുത്തിലൂടെ പുറത്തോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. അങ്ങനെ ആണെങ്കിൽ വലിയ ഭാഗ്യമല്ലേ നമുക്ക്. ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തിരിച്ചറിവ്, അല്ലേ? ഏതായാലും മാർമലയുടെ കാറ്റ് കൊള്ളാൻ വന്നതല്ലേ, ഇതിലും കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകാം. ആയിക്കോട്ടെ, പോയേക്കാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് കൊള്ളാലോ, ഒത്തിരി പഴക്കം ചെന്ന ഒരു നാരക കമ്പിളി. ഇവിടെ ഉണ്ടല്ലോ കൊറേ. ചേച്ചി ഇവിടെ ഒക്കെ വന്നിരുന്ന് എഴുതാറുണ്ടോ? ഇവിടെ വന്നിരുന്ന് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ സ്ഥലങ്ങളെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തിന്.
അത് കാവൽക്കാരി വായിക്കുമ്പോ ഉറപ്പായിട്ടും മനസ്സിലാവും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 2001 കറണ്ട് കിട്ടുന്നത് മാർമലയില്. അപ്പൊ അതുവരെ ഞാനിങ്ങനെ എന്റെ മുറിയില്, ചെറിയൊരു മുറിയില് ഈ പറഞ്ഞ പോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് എനിക്ക് മെഴുകുതിരി കത്തണം, എഴുത്ത് വരണം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് ഇവിടങ്ങളിലൊക്കെ ഞാൻ വന്നിരിക്കുമായിരുന്നു. നമ്മള് ഇടയ്ക്കിങ്ങനെ നടന്നു വരുമ്പോഴേ ഇവിടെ ഒന്നും ആരും ഇല്ല ആ സമയത്തൊന്നും, അയൽക്കാരോ അയൽവക്കോ ഒന്നും ഇല്ല. അപ്പം ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ താഴേന്ന് നടന്നു വന്ന് ഇവിടെ ഇരിക്കും. ചേച്ചിയുടെ പലപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചിക്ക് ഒരു ഇമാജിനറി ഫ്രണ്ട് ദാവി. പക്ഷെ എനിക്ക് അതിനോട് ചേർത്ത് വെക്കാൻ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഹു ഇസ് ക്രൈസ്റ്റ് ഫോർ യു? അത് നല്ലൊരു ചോദ്യമാണ്. എല്ലാരും അത് ചോദിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ വേറൊരു നമ്മളുണ്ട് അല്ലെ. നമ്മൾ എന്താണേലും നമ്മൾ ആദ്യം നമ്മളോടായിരിക്കും സംസാരിക്കുന്നത്. നമ്മളിപ്പം ഒരു റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു 100ന്റെ നോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളത് പറയും, ആദ്യം ചിലത് പറയും എടുക്കണം, ഒന്ന് എടുത്തുകൊണ്ട് പള്ളിയിൽ നിറച്ചു വിടുവോ അല്ലെങ്കിൽ അച്ഛനെ കൊടുക്കും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കൊച്ചിലെ പഠിക്കുന്നത്. പക്ഷെ ചിലപ്പോ നമ്മൾ പറയും എടുക്കണ്ട, കൊല്ലപ്പാവും ചില സാധനങ്ങൾ കാണുമ്പോ. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളില് പറയാനൊരായിട്ട് ഒരാളുണ്ടാവുമല്ലോ. മേ ബി അതായിരിക്കാം എന്റെ ഉള്ളിലെ ഒരു എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു പെണ്ണിന്റെ ഉള്ളിൽ ഒരു ആണിന്റെ അംശമുണ്ട്, ആണിന്റെ ഉള്ളിൽ ഒരു പെണ്ണിന്റെ അംശമുണ്ട്. അതിനെ ആനിമ ആൻഡ് ആനിമസ് എന്ന് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഉള്ളിലെ ആ ഒരു ആണിന്റെ അംശത്തെ ഞാൻ പേരിട്ട് വിളിക്കുന്നതായിരിക്കും ദാവി എന്നുള്ളത്. പിന്നെ എനിക്കത് കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ആ ഒരു ഫേസ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാലാഖമാരെ കളക്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ്, അതൊരു ഹോബി ആയിട്ട് തുടങ്ങിയതാണെങ്കിലും എനിക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു വഴി വെട്ടിത്തരിക എന്നൊക്കെ പറയുന്ന പോലെ അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മാലാഖമാരെ കൂട്ടുപിടിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമുക്ക് അറിയാനും നമുക്ക് പല പല കാര്യങ്ങള് അറിഞ്ഞെടുക്കാനും അല്ലെങ്കിൽ കർത്താവിലേക്ക് കൂടുതലൊന്ന് അടുക്കാനും ഒക്കെ തോന്നിയ ഒരു വഴിയായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി, അപ്പൊ ഈ കൂട്ടുപിടിച്ച ക്രിസ്തുവിനോട് സങ്കടങ്ങളാണോ സന്തോഷങ്ങളാണോ കൂടുതൽ പറയുക? എല്ലാം പറയും. ഞാനൊരു പള്ളിയിൽ പോയി ഇരിക്കുമ്പോ എനിക്കറിയത്തില്ല കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ചാപ്പലിനെ ഒത്തിരി സ്നേഹിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പള്ളി എന്ന് പറയാനാണെങ്കിൽ അരുവിത്ര പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സെയിന്റ് ജോർജ് കോളേജ് അരുവിത്രയല്ല പഠിച്ചത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പിന്നെ അരുവിത്ര വല്യച്ഛന്റെ ആ ഒരു ചെറിയൊരു ആദ്യത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ പോയി എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഈ ആളൊഴിഞ്ഞ പള്ളികളിലെ ശാന്തത അത് ഭയങ്കര എനിക്കിഷ്ടമാണ്. ഞാൻ അവിടെ പോയി ഒരുപാട് സംസാരിക്കാറുണ്ട്. കൂടുതലും സംസാരമാണ്. പരാതികളും പരിഭവവും അല്ലെങ്കിൽ സങ്കടങ്ങളും വിഷമവും അതിനേക്കാളൊക്കെ സന്തോഷത്തെക്കാളും ഒക്കെ ഉപരിയായിട്ട് നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കത്തില്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയത്തില്ലേ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ കോൺവെർസേഷൻ കൂടുതലും. പിന്നെ ചിലർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് ഒന്ന് കാത്തേക്കണേ കർത്താവേ, കാത്തോണേ എന്നുള്ള ഇതില് പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെയാണ് എന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. അവിടെ പോയിരിക്കുമ്പം കുറെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നേ ഇവരെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തേക്ക്. നമ്മൾക്കൊന്നും ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇല്ലാഞ്ഞിട്ടോ അല്ല, എൻ്റെ ഒരു രീതി അതാണ്. കൂടുതലും സംസാരമാണ് ഉണ്ടാവാറുള്ളത് കർത്താവുമായിട്ട്. അപ്പൊ എനിക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അത് പറയുന്നത് കൊണ്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്നൊരു പ്രയാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവേ നമുക്ക് ആ ഒരു ഫ്രീഡം എടുത്തിട്ട് സംസാരിക്കാന്നുള്ള പോലെ. ഈ നമ്മൾ പണ്ട് പറയത്തില്ല ദൈവ ഭയത്തിൽ വളരാന്നുള്ളത്. ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് കർത്താവിനും നമ്മളെ കൂട്ടി അടുത്ത് നിർത്താൻ, ചേർത്ത് നിർത്താനാണ് ഇഷ്ടം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ നമുക്ക് ഭയങ്കര ബോണസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവണമെന്നില്ല, ഒട്ടും വേർത്തി അല്ല എന്ന് തോന്നുന്നു. അതെ, നമ്മൾ ചില സമയത്ത്. അപ്പൊ എനിക്ക് തോന്നിയിരിക്കുന്നത് കർത്താവ് ഇതൊക്കെ കുറിച്ച് അല്ലെങ്കിൽ മനസ്സിൽ എടുത്തു വെക്കുന്നുണ്ടാവും. നമ്മളൊരാൾക്ക് ചെയ്യുന്ന നന്മയായിരിക്കും നമുക്കൊരു അനുഗ്രഹമായിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം ഞാൻ ബോണസ് ആയിട്ടാണ് കരുതുന്നത്. അപ്പൊ ചേച്ചി, വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പള്ളികൾ, ചാപ്പലുകൾ ഏതൊക്കെയാ ചേച്ചിയുടെ? എനിക്ക് സത്യത്തിലെ ഈ പറഞ്ഞല്ലോ അരുവിത്രപ്പള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവിടുത്തെ ഈ അരുവിത്രപ്പള്ളിയുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അറിയാം ഈ ആനാം വെള്ളം വെക്കുന്ന ആ ഒരു മാലാഖ ഭയങ്കര സ്പെഷ്യലാ. അത് ഞാനിങ്ങനെ ആലോചിക്കും, ഈ ആനാം വെള്ളം എന്ന് പറയുന്നത് ഈ മാലാഖമാരുടെ ആനന്ദക്കണ്ണീരാണോ ഈ ആനാം വെള്ളം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. പിന്നെ എഴുത്തുകാരിയുടെ തോട്ട്സ് അങ്ങനെയും പറയാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പള്ളി പുളുങ്കുന്ന് പള്ളിയാണ്. പുളുങ്കുന്നിലെ
നമ്മുടെ അമ്മ വീടായതിന്റെ കൂടെ അത് മാത്രല്ല എന്റെ കൊച്ചിലത്തെ വേദപാഠവും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു. മറ്റേ വിനയ് താണ്ടി വരുവായിലൊക്കെ ഉള്ള ഒരു പള്ളി, ഭയങ്കര ഫേമസ് ആ പള്ളി. ഭയങ്കര രസം. ഒരു ആറിന്റെ തീരത്താണ് ഇരിക്കുന്നത്. അതൊരു പള്ളി. പിന്നെ എനിക്ക് ബാംഗ്ലൂർ ഓൾ സെയിൻസ് ചർച്ച്, അതൊരു CSI ചർച്ച് ആണ്, എന്നാൽ പോലും പഴയ ആർക്കിടെക്ചർ ഒക്കെയുള്ള ഒത്തിരി ഞങ്ങൾക്കൊക്കെ പരിചയമാണത്. അതെ അതെ അതെ. കുറെ നേരം അവിടെ പോയി ഇങ്ങനെ കാമായിട്ടിരുന്ന് കർത്താവിനോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും തോന്നുന്നത് എന്താണെന്ന് പറയുക, കർത്താവിനെ ഞാൻ അവിടെ പോയി കാണുകയല്ല, കർത്താവ് ഞാൻ ഒരുമിച്ച് അവിടെ പോയി ഇരുന്ന് കുറച്ചേരം സ്പെൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ ദാവി എന്ന് പറയുന്നത് ഒരു രീതി പറഞ്ഞാൽ എൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന പോലെ തോന്നിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലും നമ്മുടെ ബാംഗ്ലൂർ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെയും ഞാൻ അവിടെ കൊണ്ടുപോകാറുമുണ്ട്. അതെ അതെ അതെ, കൂട്ടുപിടിച്ചാണ് പോക്ക് എപ്പോഴും. അതെ, കറക്റ്റ്. അതെ ടെസ്സ, കൊറേ നേരമായിട്ട് എന്നോട് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുകയല്ലേ, നമുക്ക് ഇൻട്രിയപ്പം ഉണ്ടാക്കണ്ടേ? യെസ്, ഉറപ്പായിട്ടും. പെസഹ ആണെന്നുള്ള കാര്യം മറന്നുപോയി ചേച്ചിയോട് വേണ്ടി. നമുക്കപ്പോ പെസഹാപ്പം ഉണ്ടാക്കാം. ഇവിടെ എല്ലാം നമ്മള് റെഡി ആക്കി വെച്ചിരിക്കുക, നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ബായോ, സാധനങ്ങളും ഉണ്ട്. അതെ, എല്ലാം റെഡിയാണ്. ഓക്കെ ചേച്ചി, നമുക്ക് ഓരോ സ്ഥലത്തും പെസഹ അപ്പോൾ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ശാലോമിന്റെ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ശാലോമിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാ മിക്കവാറും ആൾക്കാർ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് എല്ലാം പരിചയപ്പെടുത്തി തന്നെ അങ്ങ് പോയാലോ? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണല്ലോ പെസഹ. അപ്പം നമുക്ക് നമ്മുടെ ഇത് പല പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ഇതിപ്പോ നമ്മൾ ട്രഡീഷണലി നമ്മൾ കണ്ടു വളർന്ന ഒരു രീതി അനുസരിച്ചുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഓക്കെ, കണ്ടോ, 1 കപ്പ് അരിപ്പൊടി. ഈ 1 കപ്പിന് നമുക്ക് 1/2 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. ഈ ഉഴുന്ന് നമ്മൾ കുതിർത്ത് വെക്കണം. ഒത്തിരി വേണ്ട, ഒത്തിരി കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിക്കരുത്. പുളിക്കാത്ത അപ്പത്തിന്റെ തിരുനാളാണല്ലോ പെസഹ. അപ്പൊ അങ്ങനെ പുളിക്കാതെ ഇത് അരച്ച് വെച്ചതാണ് ഈ ഉഴുന്ന്. ഇത് 1/2 കപ്പാണ്, എല്ലാം അരയാണ്. 1 കപ്പിന് 1/2 കപ്പ്. അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മൾ ചിരണ്ടി എടുത്ത തേങ്ങ. ഇത് കൂടാതെ കുഞ്ഞുള്ളി ഉണ്ട്, 4 കുഞ്ഞുള്ളി. അതുപോലെ 4 വെളുത്തുള്ളി എടുത്താൽ മതി. ഇത് ഇച്ചിരി ഉണ്ട്, 4 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇച്ചിരി ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കഴിഞ്ഞ വർഷം വെഞ്ചരിച്ച് നമുക്ക് കിട്ടിയ കുരുത്തോലയുടെ നമുക്കൊരു കുരിശിന്റെ ഒരു ആകൃതിയിൽ നമുക്ക് വെട്ടിയെടുത്ത് വെക്കണം. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ അരച്ചിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ അരിപ്പൊടി വാട്ടിക്കൊഴിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ വെള്ളം നമുക്ക് തിളയ്ക്കാൻ വെക്കണം. എനിക്ക് തോന്നുന്നു ചേച്ചി, ഇത് എന്നാ ഒരു മാവ് പരുവത്തിലാണോ അതോ ഈ ചപ്പാത്തി മാവൊക്കെ പറഞ്ഞ ഒരു കുഴച്ച? നമുക്ക് ആ ഒരു വാട്ടി ഒത്തിരി ലൂസ് ആവാതെ, എന്നിട്ട് നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ അപ്പത്തിനുള്ള ഒരു ബാറ്റർ പോലെ ആയിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വാഴയിലക്കകത്ത് അങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഴച്ച പരുവത്തിൽ അങ്ങനെ എടുക്കുന്നത്. എന്നാൽ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് മാവായിട്ട് അങ്ങനെ ഒഴിച്ച് പാത്രത്തിൽ പുഴുങ്ങുന്നത്. ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ അവരുടേതായ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മളിത് വരുമ്പോ ഹായ് വരുന്നത് എങ്ങനെയാണോ, കാരണം അമ്മയാണ് വീട്ടിൽ എപ്പോഴും ഇൻട്രിയപ്പവും പാലും ഉണ്ടാക്കുക. അത് അമ്മയുടെ കുത്തകയാണ്. ചേച്ചിയുടെ ഒക്കെ ഒരു ചെറുപ്പം എങ്ങനെയായിരുന്നു പെസഹ ആഘോഷം എന്ന് പറയുന്നത്? പെസഹ ഉണ്ട്, അതായത് അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചത്, പാല സെന്റ് മേരീസിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാത്തിരിക്കും ഈ പെസഹ ഒന്ന്, എന്ന് വെച്ചാൽ ഈസ്റ്റർ ആയി കിട്ടാനായിട്ട്. കാരണം വലിയ അവധിയാണല്ലോ, വലിയ വെക്കേഷൻ വരുന്നു. അപ്പൊ വീട്ടിലോട്ട് ഓടാനുള്ള ഒരു ത്വരയാണ്. അന്നേരം ഇങ്ങനെ ഈ പഴയ പ്രോട്ടീനെക്സിന്റെ ടിന്നുണ്ടാവും. പണ്ട് വല്യമ്മച്ചിയുടെ എന്നാ പറയാ പ്രോട്ടീനെക്സ് കഴിക്കായിരുന്നേ. അപ്പൊ അതിന്റെ ടിന്ന് ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ പുളിങ്കുരു പെറുക്കിയിടും. പുളിങ്കുരു ഇല്ലെങ്കിൽ ചെറിയ ഉരുളൻ കല്ലുകൾ ഉണ്ടാവുമല്ലോ, അത് പെറുക്കിയിട്ട് വെക്കും. എന്നിട്ട് ഈ വെക്കേഷൻ അപ്പൊ നമുക്ക് ടൈം ടേബിൾ കിട്ടും. അപ്പോൾ വെക്കേഷന് പോകുന്ന സമയം നമുക്കറിയാം, ഓക്കെ ഇന്ന സമയത്താണ് വെക്കേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കല്ല് അല്ലെങ്കിൽ ഓരോ പുളിങ്കുരു അങ്ങനെ പെറുക്കി മാറ്റും. അപ്പോൾ അവസാനത്തെ ആ പുളിങ്കുരു ആകുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് പറയാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈസ്റ്ററിനെയാണ് ഞാൻ കൂടുതലും സ്നേഹിച്ചിട്ടുള്ളത്. ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണ്, മാലാഖമാരോടാ കൂടുതൽ ഇഷ്ടമെങ്കിലും. അതെ അതെ അതെ, ഈസ്റ്റർ ക്രിസ്മസ് ആണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടെങ്കിലും കുറച്ചുകൂടെ, അതായത് വെക്കേഷൻ കൂടുതൽ കിട്ടും, ഈസ്റ്ററിന് കിട്ടും, അവധി കൂടുതലാണ്. അതെ. പിന്നെ വല്യപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്
വല്യപ്പച്ചനാണ് പെസഹാപ്പം മുറിക്കുന്നത്. അതായത് വീട്ടിലെ കാരണവന്മാര് തലമൂത്ത ആളാണ് മുറിച്ച് പ്രാർത്ഥിച്ച്. എന്റെയൊക്കെ ഓർമ്മയിലും അതുകൊണ്ട് ഇങ്ങനെ കാരണവന്മാർ ആരാണോ മൂത്ത ആളുള്ളത് അയാളുടെ മുന്നിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പാത്രം അങ്ങനെ പോയി അപ്പം മേടിച്ച്. അതെ, നമ്മള് ഇൻട്രിയപ്പം മേടിച്ച് പാലില് മുക്കി തരും. പിന്നെ അത് തന്നെയാണ് നമുക്ക് ഇപ്പം അന്ന് വൈകുന്നേരം ഉണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെയും അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മളത് ഉണ്ടെങ്കിൽ അതായിരിക്കും കഴിക്കുക. പിന്നെ അതിനകത്തെ ഈ കുരിശ് നമ്മൾ എടുത്തിട്ട് അത് കരിച്ച് ഓരോ നമ്മളത് കത്തിച്ച് അത് ചെയ്യണം. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ ആചരണം. പിന്നെ ഞാൻ കേട്ടിരിക്കുന്ന വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, ഈ നമ്മൾ ഇതിനൊക്കെ എടുക്കുന്ന തേങ്ങയില്ലേ, തേങ്ങയുടെ വെള്ളം അത് കളയാതെ പെരയുടെയൊക്കെ മുകളിലോട്ട് ഒഴിക്കുന്നു. ഇതിപ്പോ നമ്മുടെ വെള്ളം നല്ല സെറ്റായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇത് ഓഫാക്കാലോ അല്ലേ? ഇനിയിപ്പോ നമ്മുടെ അരിപ്പൊടി കുഴക്കുകയാണ്. അതെ, നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുഴക്കാം. 1 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ചൂടായിരിക്കും, സൂക്ഷിച്ചാണേ. ഇച്ചിരി ഒഴിച്ചാൽ മതി. നമ്മളെല്ലാ സാധനവും അരച്ചു വെച്ചിരിക്കുന്നതല്ലേ? അതെ അതെ അതെ. ഇതും കൂടെ ഇതിനകത്ത്. അപ്പൊ ഇതിങ്ങനെ വാട്ടിക്കുഴച്ചെടുക്കണം. നല്ല ചൂട് വെള്ളം വേണം. എന്നിട്ട് നല്ല വാട്ടിക്കുഴച്ച്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ കൈയൊക്കെ വെച്ച് കുഴയ്ക്കും. ഇപ്പം പുറത്തൊക്കെയുള്ള ആൾക്കാരെ അവര് ശരിക്കും നാടൊത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് നാട്ടിലുള്ളവർ അവരെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടത്തെക്കാളും കൂടുതൽ പുറത്തുള്ള ആൾക്കാര് ഇതൊക്കെ ഒട്ടും വിട്ടുപോകാതെ അതല്ലേ അവര് ചെയ്യുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അരക്കണം. നമ്മൾ ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ്, തേങ്ങയും കൂടെ നമ്മൾ അരക്കണം. അരച്ചിട്ടുണ്ട്. ഞാനിത് വേഗം അരച്ചോണ്ട് വരാം. കിട്ടിയോ? എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്തോട്ട് ചേർക്കട്ടെ. അതെ അതെ അതെ. പണ്ട് നമ്മള് കല്ലിലൊക്കെ കേട്ടോ അരക്കുന്നേ. ഇന്നിപ്പോ മിക്സിയായി. അതെ, താങ്ക് യു. അപ്പൊ നമ്മളിത് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ നല്ല മണം വരുന്നുണ്ട്, ആ ജീരകത്തിന്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ. നമ്മൾ എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഈ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നില്ലേ, ഉഴുന്ന് നമ്മള് ചേർക്കണം. നമ്മൾ ഒത്തിരി ഇത് പുളിക്കുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി പുഴുങ്ങാനും വെക്കണം അല്ലേ? അതെ അതെ. ചേച്ചി അപ്പച്ചെമ്പ് വന്നു. എന്റെ ഓമനപാത്രം റെഡി ആട്ടോ. അടിപൊളി. ചേച്ചിയുടെ എല്ലാ സാധനങ്ങൾക്കും പേരുകളാണ്. ഞാൻ എല്ലാത്തിനും പേരിടും. അപ്പൊ ഇതിന് ഒരു കഥയുണ്ട്. ഇത് പഴയ പാത്രമാണ്, ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇതപ്പം വെക്കാണ്. ഇതിനകത്തൊരു വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഇത് ഇങ്ങോട്ട് ഇത് വെച്ചിട്ട്. ചേച്ചി ഇപ്പൊ മാലാഖമാർ എത്ര പേരുണ്ട്? ഇപ്പം 98. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ആലിൻ 99. വളരെ സ്പെഷ്യലാണ്. 99ാമത്തെ മാലാഖയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ ഓർക്കായിരുന്നു ആ പേര് പറഞ്ഞപ്പോഴേ, നമുക്ക് ഈ ഈസ്റ്ററിന്റെ സമയം, പ്രത്യേകിച്ച് പെസഹ, ദുഃഖവെള്ളി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ നമ്മൾ മിസ് ചെയ്യുന്ന കുറെ പേരുണ്ട്, നമ്മളെ വിട്ടുപോയ ആൾക്കാരുണ്ട്. അവരെ കൂടുതലും മിസ് ചെയ്യുന്ന ഒരു സമയവും കൂടെ ആണ് ഈ ഒരു പെസഹ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ എന്റെ കാര്യത്തിൽ അച്ചാച്ചൻ മരിച്ചിട്ട് 6 വർഷമായി. സാധാരണ അച്ചാച്ചനായിരുന്നു, വല്യപ്പച്ചൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചനായിരുന്നു ഇൻട്രിയപ്പം മുറിച്ച് പാലില് മുക്കി തന്നോണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അച്ചാച്ചൻ ഇല്ല. അപ്പൊ അതൊരു വല്ലാത്തൊരു നഷ്ടം തന്നെയല്ലേ, വലിയ നഷ്ടാ. പിന്നെ ഒരു കൂട്ടായ്മ, നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മുടെ സഹനം, ത്യാഗം, അതിന്റെ എല്ലാം ഒരു തിരുനാളും കൂടാണിത്. വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല പെസഹ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെ, എന്തിനാ എന്നോർത്ത് മാറ്റി വെക്കേണ്ട ഒരു ചടങ്ങായിട്ട് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. അതെ, ചിലരെങ്കിലും ചിലപ്പം ഇതൊക്കെ വെറുതെ ചടങ്ങുകളാണല്ലോ എന്നോർക്കും. ഇതൊക്കെയാണ് നമുക്ക് പുതിയ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഇത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലല്ലേ അവര് കൂടുതലും ഒബ്സർവ് ചെയ്യാണ് പിള്ളേർ ചെയ്യുന്നത്. ചേച്ചി ഇത് ഞാൻ കത്തിക്കുവാണ്. കത്തിച്ചോ. ഇനി നമ്മുടെ കുരിശ് വെക്കണം. അതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിക്കണം. അടച്ചു വെക്കാം. ഇനി ഇരുന്ന് ആവട്ടെ. ഇനി പാലുണ്ടാക്കുക. നമുക്ക് ഈ ഇൻട്രിയപ്പം ആവുന്ന സമയത്തിന് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് ഒരു തേങ്ങയുടെ പാലാണ്. ഇതിനകത്തോട്ട് നമ്മള് ആവശ്യത്തിന് മധുരം, ശർക്കര നമ്മൾ ചിരണ്ടിയിട്ട് ചീവി ഇടുക. ചീവി ഇട്ടിട്ട് നമ്മള് ഇളക്കി കുറുക്കി എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ടേക്ക്
ആവശ്യത്തിന് നമ്മുടെ ഏലക്കായും ഇച്ചിരി ജീരകം ചിലരിടും, ചിലരിടത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ഏലക്ക ഞാൻ പൊളിച്ചു തരാം. അപ്പൊ ഞാനിത് ചിരണ്ടി എടുക്കാം. ചേച്ചി എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അപ്പത്തിനില്ലേ, കാര്യം പുളിപ്പില്ലാത്ത അപ്പമാണ്, മധുരവും ഇല്ല, പക്ഷെ എന്നാ പാലിന് നല്ല മധുരമുണ്ട്, അങ്ങനെ എന്താ വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിപ്പൊ തോന്നുന്നേ അതിന്റെ പുറകിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ജീവിതം അങ്ങനെയാണല്ലോ. ദുഃഖങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതീകം പോലെ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. അപ്പൊ നമുക്കിത് ഇപ്പം ആവശ്യത്തിന് ചീകി എടുത്തിട്ടുണ്ടെങ്കിൽ പാല് അത് നമുക്ക് അടുപ്പിലേക്ക് ശർക്കര ഇതിട്ട് നന്നായിട്ട് അത് കുറുക്കണം. ഓക്കെ. ഇത് എല്ലാം കൂടെ അവസാനമല്ലേ പൊടിച്ചത്? അവസാനം നമ്മൾ പൊടിച്ചിട്ട് ഇതിനകത്ത് ഒരു ടിപ്പ് ഉണ്ട്. അതായത് എന്നോട് എന്റെ പേരമ്മ പറഞ്ഞു തന്നാണ്. അതായത് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി അരി നമ്മൾ പൊടിച്ചെടുക്കണം. നമ്മുടെ കുത്തല്ലരി ഇല്ലേ, റെഡ് റൈസ്, അത് ഇച്ചിരി തൂളി വെക്കണം അവസാനം. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓ, അത് ശരിയാ. എനിക്ക് ഒന്ന് കുറുകുകയും ചെയ്യും, അപ്പൊ നല്ലൊരു രുചിയും വരും, രുചി കിട്ടും. അത് നല്ലൊരു ടിപ്പാട്ടോ. മധുരം നോക്കണോ? വേണം, നോക്കി ടെസ്റ്റ്. ഈ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് മധുരം എന്ന് പറയുന്ന ഓരോരുത്തരുടെ, അതെ, നമുക്ക് മാത്രമേ ഉള്ളായിരിക്കുള്ളൂ. ഇത്രയും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള, ഓരോ സ്ഥലത്ത് ചെന്നാലും ഓരോ രീതിയിലുള്ള അപ്പവും പാലും ആയിരിക്കും. ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ചുള്ള ഡിഫറൻസസ്. ഇപ്പൊ നമുക്ക് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അങ്ങോട്ട് ഇങ്ങ് വരെ പല കൾച്ചേഴ്സ് ആണല്ലോ. അതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ കാണും, എല്ലാത്തിലും ഉണ്ട്. ആയിട്ടുണ്ട്, അപ്പം ആയിട്ടുണ്ട്. നോക്കാവേ. ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അപ്പം റെഡിയാണ്. നമുക്ക് പാലും കൂടെ അതിനകത്തോട്ട് ചേച്ചി പഴമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? പാലും ചിലര് ഏത്തക്ക ഇല്ലേ, ഒരു ഹാഫ് ഫ്രൈ പരുവമുള്ള അതും ഇതുപോലെ കട്ട് ചെയ്യും, ഒരു കടി കിട്ടാനായിട്ട്. നമ്മുടെ പാലും കൂടെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് പകർത്തി ഒഴിക്കും. എനിക്കൊക്കെ ഈ കിച്ചണിൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കുവേ ഭയങ്കരമായിട്ടൊരു വിശപ്പ് വരും കേട്ടോ. കാരണം വൈകുന്നേരം നമ്മൾ ഇതൊക്കെ ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടാവുന്നവരുണ്ടാവുമല്ലോ. അപ്പം പൊതുവെ നമുക്കൊന്ന് വൈകുന്നേരത്തെ മിക്കവാറും തന്നെ കുർബാന കഴിഞ്ഞ ഒരു വൈകിട്ട് ഒരു ആരാധന ഉണ്ടാവുമല്ലോ പെസഹായ്ക്ക്. ആരാധന കഴിഞ്ഞ് ഇങ്ങനെ വിശന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ അപ്പം. എനിക്കുണ്ടല്ലോ ആദ്യമായിട്ട് പുളുങ്കുന്നില് എന്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ നഗരി കാണിക്കല് എക്സ്പീരിയൻസ് ചെയ്തത്. ദുഃഖ വെള്ളിയാഴ്ചയുടെ ഇവിടെ നമ്മുടെ മാർമലയിലൊന്നും അങ്ങനെ ഞാനത് കണ്ടിട്ടില്ല. ചെറിയ ചടങ്ങായിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വലിയ ചടങ്ങായിട്ട് ഈശോയുടെ രൂപം മഞ്ചലില് നമ്മുടെ ഈ മരിച്ച് കിടക്കുമ്പോ നമ്മൾ കൊണ്ടുപോകത്തില്ലേ, അതുപോലെ തന്നെ പൂക്കളെല്ലാം മുല്ലപ്പൂ ആയിരിക്കും ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഈശോയുടെ വലിയൊരു രൂപമാണ് അവിടെ കിടത്തി, എന്നിട്ട് പള്ളിയുടെ ചുറ്റിനും ഇങ്ങനെ കൊണ്ടു നടക്കും പ്രദക്ഷിണം പോലെ. എന്നിട്ട് അവസാനം ഈ പാവയ്ക്കയുടെ നീരാണ് നമുക്ക് ഈ കയ്പ് നീരിന് തരുന്നത്. അതും നമ്മള് കുടിച്ചിറക്കി. അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊന്ന് നമ്മള് ദുഃഖവെള്ളിയിലേക്ക് കടക്കുവാണ്. പെസഹയുടെ അപ്പം മുറിക്കാനുണ്ട് വൈകുന്നേരത്തെ. ഇപ്പൊ ഞാന് ഇതിനകത്തോട്ടേക്ക് ഇച്ചിരി ഏലക്കയുടെ ഇത് ഇടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലര് പഴനൂർക്കിടും. എനിക്കൊന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത്തക്ക. അതെ, ഏത്തക്കയുടെ ചിലര് ആ ഒരു പകുതി പഴുത്തൊരു പരുവുണ്ടല്ലോ, ഇച്ചിരി കടിക്കാൻ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള പരുവത്തില് ഇടാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പേരമ്മ പറഞ്ഞതാണ് ഒരു തൊള്ളി ഈ കുഴിക്കലരി വറുത്ത് പൊടിക്കണം. പള്ളിയിൽ നിന്നൊക്കെ നേർച്ചയായിട്ട് കിട്ടത്തില്ലേ, അതേ അരി. അത് നമ്മളിങ്ങനെ ഇതിന്റെ പൊക്കത്തോട്ടൊന്ന് വെതറി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു രുചിയും എല്ലാം കിട്ടും. അത് കണ്ടോ അതിന്റെ ഒരു നല്ല വറുത്ത അരിയുടെ മണമല്ലേ. അപ്പൊ നമ്മൾ ഇതൊന്ന് ഇളക്കി കഴിക്കാറാകുമ്പോ ഒന്ന് ഇളക്കിയാ മതി. അപ്പൊ നമ്മുടെ അപ്പവും പാലും എല്ലാം റെഡി ആയിട്ടുണ്ട്.
എനിക്കറിയാം നമ്മുടെ ശാലോമിൻ്റെ പ്രേക്ഷകരെല്ലാവരും അപ്പമൊക്കെ റെഡിയാക്കി വൈകുന്നേരം മുറിക്കുന്നതിന് കാത്തിരിക്കുമായിരിക്കും. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുവാണ്. പക്ഷേ ഈസ്റ്റർ ദിനത്തിൽ ഉറപ്പായിട്ട് നമുക്ക് കാണാം. ഞാനിവിടെ ആനി ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരുപാട് ഈസ്റ്റർ വിശേഷങ്ങളും ഈസ്റ്റർ അനുഭവങ്ങളും ഈസ്റ്റർ രുചിയുമായിട്ട് അല്ലേ, പുതിയൊരു രുചി. അതെ, ഉറപ്പായിട്ടും. അപ്പം ഒത്തിരി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മുടെ ഈസ്റ്ററിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.